പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈശോയെ ശക്തമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കിങ്ങനെ ഈശോയെ, ഞാൻ സത്യം പറഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്ന പോലെയാണോ ജീവിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് കുറേ വിഷയങ്ങളുണ്ടായിരിക്കാം, ചില സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്കിങ്ങനെ വിശുദ്ധിയിലെത്താൻ പറ്റുന്നില്ലായിരിക്കാം. പിന്നെയും പാപത്തിൽ വീണ് പോകുന്നുണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ വീണ് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് ട്രാക്കിലെത്താൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പോകുന്നതൊക്കെ ശരിയാണോ? എൻ്റെ ദൈവഹിതം പോലെയാണോ ഞാൻ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ വേണം. നമ്മൾ ഈശോയെ പോലെ ആവണം. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം, വിശുദ്ധി ജീവിക്കണം, ഈശോയുടെ ഹിതം എൻ്റെ ലൈഫിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. ഞാനൊരു ശക്തമായ സൊല്യൂഷൻ പറയാം, പവർഫുൾ സൊല്യൂഷനാണ്. സൊല്യൂഷൻ വേറൊന്നുമല്ല, സൊല്യൂഷൻ പരിശുദ്ധ അമ്മയാണ്. ഇത് വെറുതെ പറയാനൊന്നുമല്ല, ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ ഈ ഭൂമിയിൽ 30 കൊല്ലക്കാലം ഇവരൊരുമിച്ച് ജീവിക്കുക. ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് ഈശോ പരസ്യ ജീവിതത്തിന് പോകുന്നു. ഈശോ നമ്മുടെ രക്ഷ സാധിക്കുന്നു. ഈശോ കുരിശിൽ മരിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധ നേരിൽ കാണുന്നു. ഈ 30 കൊല്ലക്കാലം പരിശുദ്ധ അമ്മയുടെ കൂടെ ഇങ്ങനെ ജീവിച്ചിട്ടാണ് ഈശോ ഇങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈശോയുടെ ഹിതം എന്താണ്, ഈശോയുടെ ആഗ്രഹം എന്താണ്, ഈശോയുടെ ഇഷ്ടങ്ങൾ എന്താണ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയ്ക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഈശോ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഈശോ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഈശോയെ പോലെ ആകും, എങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാൻ പറ്റും, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ്. കാരണം അമ്മയ്ക്കറിയാം ഈശോയുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അമ്മയിലൂടെ ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ ആരംഭിച്ചാൽ, അമ്മയിലൂടെ നമ്മൾ ഈശോയിലേക്ക് അടുക്കാൻ ആരംഭിച്ചാൽ നമുക്ക് വളരെ ഷോർട്ട് കട്ടാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഈശോയിലേക്ക് എത്താൻ പറ്റും. ഞാനൊരു കാര്യം പറയാം, വിമല ഹൃദയ പ്രതിഷ്ഠ, 31 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 31 ദിവസത്തെ പ്രോസസ്സാണ്. 31 ദിവസം നമ്മൾ ഒരു പുസ്തകം, ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകം വായിച്ച് അതിനകത്തുള്ള പല കാര്യങ്ങൾ ചെയ്ത് ക്രിസ്ത്യാനികരണമൊക്കെ വായിച്ച് 33 ദിവസം കൊണ്ട് നമ്മൾ ഒരുങ്ങുക. ചില മെറ്റീരിയൽസൊക്കെ വർക്കൗട്ട് ചെയ്ത് 33 ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ ഇങ്ങനെ ഒരുങ്ങുവാണ്. ഇങ്ങനെ ഒരുങ്ങി പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയിലേക്ക് എത്തുകയാണ്. 34-ാം ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. ഈ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞുള്ള കാര്യം, ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ ജഡികാസക്തിക്ക് അടിമപ്പെട്ട് കിടക്കുമായിരുന്നു. അവൻ്റെ പാപത്തെ കളയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവന് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ പറയുവാണ്, എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ഈ പാപം അങ്ങ് പോയി. സോ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് വിഷയങ്ങൾ മാറിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഈ തടസ്സമുള്ള ആൾക്കാർ ലൈഫിൽ തടസ്സം കിടക്കുന്ന ആൾക്കാർ തടസ്സങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ പറ്റാത്ത ആൾക്കാരുടെ പ്രാർത്ഥന വളർന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കാൻ കാര്യം എന്നാ, ഇവർ ഈ പ്രതിഷ്ഠയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട, അമ്മയിലൂടെ ഈശോയിലേക്ക് സമർപ്പിക്കപ്പെടുക. ഈ ദിവസങ്ങളിലൊക്കെ, ഈ 33 ദിവസങ്ങളിൽ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെടുക. ലൈഫിൽ ഒരു കാര്യം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പ്രതിഷ്ഠയാണ്. കാരണം ഈ പ്രതിഷ്ഠ ചെയ്താൽ നിങ്ങൾക്ക് ഈശോയെ ശക്തമായിട്ട് സ്നേഹിക്കാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ വചനം ശരിക്കും പഠിക്കാൻ ആരംഭിച്ചത്, പരിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്, ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്, ഈശോയെ ശക്തമായി സ്നേഹിക്കാൻ എനിക്ക് തുടങ്ങിയത് ഈ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ശക്തമാണെങ്കിൽ, ഈശോയിലേക്ക് വളരണമെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നമ്മളെല്ലാവരും ഉറപ്പായിട്ടും വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുമ്പും വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ശേഷവും. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ സ്നേഹിക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഞാനിത് ചെയ്യുന്നതെല്ലാം ഭയങ്കര തീക്ഷ്ണമാണ്, അല്ലെങ്കിൽ ഭയങ്കര വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈശോയിലേക്ക് ശക്തമായിട്ട് നമുക്കിങ്ങനെ ഉള്ളിൽ ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അമ്മ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ ഈശോ സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ശക്തമായിട്ട് പറയാൻ പറ്റും. സോ ഇതെല്ലാം സത്യമാണ്. നമ്മൾ തീരുമാനമെടുക്കുക, 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന തീരുമാനമെടുക്കുക. എനിക്കറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന തീരുമാനമെടുക്കുക. ഇത് ഒരു കാര്യം, ഒരു ചലഞ്ച് പറയുവാണ്, ഇത് ചെയ്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നതെങ്കിൽ 34-ാം ദിവസം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ വ്യത്യാസങ്ങളുണ്ടാവും. ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരുങ്ങിയാണ് ചെയ്യുന്നതെങ്കിൽ 34-ാം ദിവസം തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾ ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഈശോ ആഗ്രഹിക്കുന്ന വ്യത്യാസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവർക്കും ശക്തമായിട്ടിത് ചെയ്യാൻ പറ്റട്ടെ.
എല്ലാവരുടെയും ജീവിതം മാറട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. ഈ പ്രതിഷ്ഠ എൻ്റെ ലൈഫിൽ രൂപപ്പെടുത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പറഞ്ഞ് ഞാൻ എൻ്റെ ചെയ്യുവാണ്. പരിശുദ്ധ അമ്മ മാതാവേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മ എന്നെ ഈശോയെപ്പോലാക്കി മാറ്റണേ. ആമേൻ.